മുത്തശ്ശിയുടെ ഇത്തവണത്തെ പിറന്നാളെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയെന്നുള്ള സന്തോഷം നല്ലൊരു 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഹോട്ടലിൽ 2 ദിവസം ചെലവഴിക്കുക എന്നുള്ള സംഭവം കൂടി ആയപ്പോൾ ഭയങ്കര ഡബിൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് റെനെ ശ്രീകൃഷ്ണ ഗുരുവായൂരുള്ള ഹോട്ടലാണ്. കിഴക്കേ നടക്കി തൊട്ടടുത്താണ്, ബസ് സ്റ്റാൻഡിന് അടുത്താണ്. ബസ് ഇറങ്ങിയാൽ നേരെ ഈ ഹോട്ടലിലേക്കാട്ടോ കാല് വെക്കുക. വെഡിങ് ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയൊരു ഹോട്ടലാണ്. അതുപോലെ മിനി സ്യൂട്ട് ഡീലക്സ് അങ്ങനെ 3-4 കാറ്റഗറി ആയിട്ടാണ് കേട്ടോ റൂമുകളൊക്കെ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വലിയ മരപ്രഭു, വാൽക്കണ്ണാടി അങ്ങനെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തോണ്ട് ഇവിടുന്ന് നേരെ പുറത്തേക്ക് എല്ലാം കാണാനും പറ്റും. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയില്ലേ? ആ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാന്നൊക്കെ നോക്കിട്ട് വരാം. കഴിക്കാൻ പിന്നെ കുട്ടികളെ എല്ലാരും കൂട്ടി പോവാം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ട് വരാം. അമ്മ, ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നൊന്ന് പോയി നോക്കിട്ട് വരാം. അമ്മാനും അമ്മായി ഒക്കെ ഇവിടെയാണ്. അമ്മയുടെയും അമ്മാന്റെയും അമ്മായിയുടെ ഒക്കെ കൂളിയൊക്കെ കഴിഞ്ഞു. കുട്ടികളുടെ ഉറങ്ങുകയാണ്. കുഞ്ഞാവ് ഉറങ്ങുന്നു. ആ, അതെ അതെ. ഇപ്പൊ എന്നാ ഞങ്ങളൊന്ന് പോയിട്ട് വരാം. വന്നിട്ട് പറയാം. നമുക്ക് വേറെ റെഡി ആയി പോവാം. ഇത് കൂടെ മുത്തശ്ശി, നമുക്ക് നല്ല എക്സ്ട്രാ ബെഡ്, കോട്ട് വിത്ത് ഇതൊക്കെ കൊണ്ടുവന്നു. അച്ഛൻ എന്താ അവിടെ ഇരുന്ന് ഫോൺ നോക്കിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മള് പോവാ. വരും മുത്തശ്ശി, തുറന്നോളൂ, പോയിക്കോളൂ. മുത്തശ്ശിക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടം? ഇഡലിയാണോ? ഇഡലിനേക്ക് ഇഷ്ടം ദോശയാണല്ലേ? പുട്ടുണ്ടോ? നൂൽപുട്ടാണേ. ആ, നൂൽപുട്ട് ഇഷ്ടല്ലേ? മുത്തശ്ശി സെറ്റ് കൊണ്ട് അടിപൊളി ആയിരുന്നല്ലോ. അതെ അതെ അതെ. ഇന്നലെ നമ്മൾ തൊഴുത് വന്നപ്പോഴേക്കും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ കിടക്കാനും വൈകി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് ചെറിയൊരു ക്ഷീണം മുഖത്ത്. പൂന്താനം എന്നാണ് കേട്ടോ അവരുടെ റെസ്റ്റോറൻറ്റിന്റെ പേര്. അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആയി. കാരണം നമ്മളും പൂന്താനത്തിന്റെ നാട്ടിൽ നല്ല വരുന്നത്. ആ ഒരു ഇഷ്ടം എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മൾ പൂന്താനം റെസ്റ്റോറൻറ്റ്, ഇപ്പൊ റെസ്റ്റോറൻറ്റിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാനും വേണ്ടി പറ്റും. അതിന് സ്റ്റേ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇഡലി, വട, നല്ല തട്ടുദോശയാണ് കേട്ടോ. നല്ല നെയ്യൊക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിരുന്നു. 3 തരം ചട്നീസ്, അതുപോലെ തന്നെ സാമ്പാർ, അപ്പം ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ പൊങ്കൽ, ഏലാഞ്ചി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നൂൽപുട്ട്, അതിന്റെ ആശാത്തിയാണല്ലോ മുത്തശ്ശി. സാമ്പാർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെജ് കുറുമ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രെഡ് വിത്ത് ഹണി, അതുപോലെ ബ്രെഡ് ജാം, ബ്രെഡ് ബട്ടർ അങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാനും ഒക്കത്തിന് വേണ്ടി അവിടെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോൺഫ്ലെക്സ്, ചോക്കോസ് ഇല്ലേ, അതും മിൽക്കും കൂടെ. പിന്നെ ഫ്രഷ് ജ്യൂസ് ആയിട്ട് ഗ്രേപ്പ് ആയിരുന്നു. പിന്നെ ഫ്രൂട്ട് കട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ, പപ്പായയുടെ. അതുപോലെ ഇന്ന് ബട്ടൂര, അതുപോലെ തന്നെ ചന മസാലയാണ് വേറൊരു കോമ്പിനേഷൻ. നോക്കട്ടെ നോക്കട്ടെ കുഞ്ഞാവാ. ഓ, ജില്ലൻ ജില്ലൻ ജില്ലൻ. കുഞ്ഞാ, ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇങ്ങോട്ട് തിരിയ. ഗുഡ് മോർണിംഗ് പറയൂ. പറയൂ കുഞ്ഞോ, ഗുഡ് മോർണിംഗ് എന്ന് പറയൂ. ഹായ്, തോർത്തൊക്കെ എടുത്ത് നല്ല രസമുണ്ട്. ഇങ്ങോട്ട് തിരിയൂ. അമ്മ അത് അവിടെ റെഡി ആയിട്ട് നിക്കാണ്. ഇനി ഒന്ന് മേക്കപ്പ് ചെയ്യാണ്ട്. എന്നാലും അതെ അതെ. അപ്പുറത്തെ അമ്മായി, അമ്മാവൻ, മുത്തശ്ശിയൊക്കെ ഉണ്ട്. ഇതാ ചണ്ടി, ഇതാ അവിടെ. ചണ്ടി ഒരു ഹായ് കൊടുക്കെല്ലാവർക്കും. കുഞ്ഞാക്ക് എന്താ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? ഒന്നും വേണ്ടേ? വേണം. അവിടെ റെഡി ആയിട്ട് ഇവിടുത്തെ സീന് കണ്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ റെനെ ശ്രീകൃഷ്ണ നമ്മൾ അവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാ നല്ല രസമാണ്. രാവിലെ ഇങ്ങനെ ഈ ഒരു ബാൽക്കണി ഒക്കെ കണ്ട്
രാത്രി നല്ല ഭംഗിയാണ്. ആ, അതെ, അതെ. ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ കർട്ടനൊക്കെ മാറ്റി ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണില്ല കാണില്ല കാണില്ല. ടിഫിൻ. ഓക്കെ ഓക്കെ ഓക്കെ. സാധനങ്ങളൊക്കെ മുമ്പേ തന്നെ കണ്ട് മനസ്സിലാക്കി വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നു. എന്തൊക്കെയാന്നുള്ള മനസ്സിലായില്ല. ഇനി ഏതൊക്കെ ഇഷ്ടമുള്ളത് ചിലപ്പോൾ ഞാൻ നൂൽപുട്ട് എടുക്കും, ഇഡ്ഡലി എടുക്കും. രണ്ടിന്റെ ഇഷ്ടം അറിയട്ടെ. ദോശയുണ്ട്. രാവിലത്തെ അവിടെ ചണ്ടിക്ക് ദോശ ഇഷ്ടം അല്ലേ ചണ്ടിയെ? എന്നാ പോവാ. ജ്യൂസ് വേണോ? ജ്യൂസ് ഹോർലിക്സ്. ഹോർലിക്സ് ഏതാ? കുഞ്ഞാവേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണോ സാർ? അവിടെയാണ് നമ്മുടെ റെസ്റ്റോറന്റ് വന്നിട്ട്. അതെ, നമുക്കിന്ന് അവിടെ പോയി കഴിക്കാം. ചിരി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സാർ, ഒന്നും പറയുന്നില്ല ആരും. കഴിച്ചിട്ട് പറയാം. അതെ. ആ ആളുണ്ടോ? ആ ആ ശരി ശരി. ഇവരാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറെ രസം, നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോഴേക്കും ഫുഡൊക്കെ കുറച്ചധികം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ആദ്യം ഫില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശി നൂൽപുട്ട് കഴിക്കണം എന്നുള്ള മോഹത്തിൽ അവിടെ എത്തിയപ്പോൾ അതൊരു അതിമോഹമായി മാറിപ്പോയി. എന്നുവെച്ചാൽ നൂൽപുട്ട് ഉണ്ടായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂൽപുട്ട്. അത് കണ്ടറിഞ്ഞ് കൊടുത്ത പോലെ ഉണ്ടായിരുന്നു. നൂൽപുട്ട് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ കുറച്ച് നേരത്തെ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് അപ്പം തന്നെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ചെയ്തുതരും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് നൂൽപുട്ട് കിട്ടി, വട കിട്ടി, ഇഡലി, അങ്ങനത്തെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാളിന് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ചോക്കോസിന്റെ അടുത്തേക്കാണ് മാളു, കുട്ടികളല്ലേ അവർക്ക് അങ്ങനത്തെ കൂടുതൽ ഇഷ്ടം. പിന്നെ അല്ല മാളു കഴിക്കാനുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ ബട്ടൂരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശി വടയും പ്ലേറ്റും പിടിച്ചെടുക്കണുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മുത്തശ്ശി വട മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ടേ? ആ വേണമോ, എനിക്ക് ബട്ടൂര വേണം എന്ന്. അങ്ങനെ ബട്ടൂരയൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ. പക്ഷെ അതെന്തോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല സർവീസും, പറയാതിരിക്കാൻ വയ്യ. ഞാൻ എന്നിട്ട് ചോക്കോസൊക്കെ ഇവർക്ക് കൊടുക്കുകയായിരുന്നു കുട്ടികൾക്ക്. പിന്നെ അതുപോലെ ഏലാഞ്ചി നല്ല സ്വീറ്റ് ആയിട്ട് നല്ല ശർക്കരയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം കഴിച്ചു. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ വിചാരിക്കേണ്ടാവും നമ്മളിത് ഫുഡ് കഴിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന്. ഞാൻ പിന്നെയും പറയണം, അമ്പലത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രാവിലെ നമ്മൾ നേരത്തെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം അങ്ങനത്തെ കുറച്ച് ക്ലിപ്പുകളാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് പോണത്. അച്ഛന് ഏലാഞ്ചി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മായി പറയണം അമ്മാനോട്, അത് കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്, അത് കഴിച്ചു നോക്കൂ എന്ന് പറയാം. അപ്പം അമ്മ പറയാം, അത് ടേസ്റ്റ് ഉണ്ടോ, ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല, എന്നാലും ഒന്ന് നോക്കി വെക്കാല്ലേ എന്നൊക്കെ പറയാണ്. മാളും അമ്മായിയോട് പറയണം, അമ്മ അച്ഛനോടൊന്ന് ചിരിക്കാൻ പറയൂന്ന്. അപ്പോഴാണ് കേട്ടോ അമ്മാമ്മ എന്ന് പറഞ്ഞ് ചിരിച്ചത്. ഈ മരപ്രഭുവിനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കുഞ്ഞാവ്. എന്നിട്ട് അവിടെ ഒരു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വേറൊരു ഹോട്ടലിലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗുരുവായൂരൊക്കെ വരുമ്പോൾ നിങ്ങൾ ഗുരുവായൂർ എത്തി എന്നുള്ളതൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരപ്രഭു നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ ഓപ്പൺ ടെറസിലേക്ക് പോവാം. അവിടെ കുറച്ചധികം തന്നെ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ ഉണ്ട്. അത് കാണുമ്പോ നല്ല സന്തോഷായി. എവിടെ ചുവന്ന ചീര കണ്ടാലും അമ്മായിക്ക് ചീര എത്ര ഇഷ്ടായി. അതെ അതെ. പന്തലൊക്കെ കെട്ടിക്കൊടുത്ത് നല്ല ഭംഗിയാക്കിട്ടോ. എല്ലാ ഹോട്ടലുകാരും ഇതൊക്കെ കണ്ടു പഠിക്കണം. ശരിക്കും കണ്ടു പഠിക്കേണ്ട. എന്താ വെച്ചാൽ അത്യാവശ്യം വേണമെങ്കിൽ അവർക്ക് ഇവിടുന്ന് എടുത്തുണ്ടാക്കും ചെയ്യാം. സാമ്പാർ തക്കാളി ഉണ്ട്, തൈ ആയിട്ടുള്ളൂ. തക്കാളി വെണ്ടയ്ക്കും കൂടെ ഒക്കെ എടുക്കാം. ഇപ്പൊ ഇതൊക്കെ പൊട്ടിക്കാനായി. പാവയ്ക്ക, പയറ് എല്ലാം ഉണ്ട്.
തണ്ണിമത്തൻ, രണ്ട് സെക്ഷൻ ആയിട്ടാണ് കോളിഫ്ലവർ. ആ വെണ്ട രണ്ട് സെക്ഷനാണ്. ഇതാ കുറച്ച് വലിയ സൈസ് ആ തയ്യായി നിൽക്കുന്നു. പൂവിടുന്നു. മിന്റ് ഉണ്ട്, പുതിന ഉണ്ട്. ഇതാ പുതിന ഇതാ അവിടെ. പിന്നെ അതുപോലെ കരിമ്പുണ്ട്. വെറും പാടവരമ്പിൽ മാത്രം കണ്ടുവരുന്ന കരിമ്പ് ഇവിടെ ചെടി ചട്ടിയിലാണ്. ഇതൊക്കെ ശരിക്കും എല്ലാരും കണ്ടുപിടിച്ച് നമുക്ക് വീട്ടിലും അല്ലെങ്കിൽ ഇങ്ങനെ ആ അതെ സ്ഥാപനങ്ങളിലും ഒക്കെ ഓപ്പൺ ടെറസ് വെറുതെ ഇടണ്ടല്ലോ. കുഞ്ഞാവതാ കോളിഫ്ലവറിന്റെ അടുത്താണ്. കുഞ്ഞാ ആ ഇഷ്ടായിയോ? എങ്ങനെ ഉണ്ട് ഇവിടെ? എന്ത് വഴുതന, തക്കാളി ഒക്കെ ഉണ്ട്. ആ പച്ചക്കറിയുള്ള വഴുതനാ പറഞ്ഞത്. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. അതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതൊക്കെ നമുക്ക് എന്തായാലും ഒരു 1-2 മണിക്കൂർ ഇവിടെ ചെലവഴിക്കണം ഒരു കയറി കഴിഞ്ഞാൽ. ആ അതെ അത്രയും ഉണ്ട്. നമുക്ക് വെജിറ്റബിൾ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നനച്ചു കൊടുക്കാനും വളർത്തി കൊടുക്കാനും. നമുക്ക് അതിന്റെ ഓപ്പൺ ടെറസ് അല്ലാണ്ട് തുറന്നപ്പോ തന്നെ എന്തൊരു സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോ. നല്ല കാറ്റും നല്ലൊരു ആ അതെ അതെ. ഫുൾ ക്യാബേജ് അല്ല, ഫുൾ കോളിഫ്ലവർ. ആ അതെ കേബേജ് ഇതിൽ ഒന്നുണ്ട് പറഞ്ഞു. അതെ അല്ലേ? അതാ അവിടെ കാണണം ഒന്ന്. എവിടെ? ആ പക്ഷെ കണ്ട രണ്ടും ഒരേപോലെ മനസ്സിലാവില്ലേ പെട്ടെന്ന്. ഉണ്ട് അല്ലേ? ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നാ. ഉണ്ടാവണേ ഉള്ളൂ. ഇത് ഒന്ന് മാത്രം. അതായത് 2-3 ഇപ്പൊ തന്നെ നല്ല വെയിലിന് ചൂട് വന്നിട്ടേ. ഇനി വേനൽക്കാലായ പറയും വേണ്ട. എന്നുവെച്ചാൽ ഇതൊക്കെ നല്ല ഉണ്ടാവും. വെള്ളം വെയിലും പ്രകാശം അതെ നല്ല ഉണ്ടല്ലോ. പപ്പായ കുഞ്ഞി പപ്പായ. കരിമ്പിന്റെ കൃഷിയുണ്ട്. കരിമ്പിന്റെ ആ അതെ അതെ അതെ. ഇതെന്താ? അതന്നല്ലേ ക്യാബേജിനെ അല്ലേ? കോളിഫ്ലവറും. പച്ചച്ചീര 6000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കണെന്നാണ്. കുടിക്കാറില്ലേ നമ്മള്? ആ അതുകൊണ്ടാണ് ഉണ്ടാക്കണേ. ഭംഗിയില്ലേ കാണാൻ? ഒന്ന് തൊട്ട് നോക്കൂ. ആ കമ്പ് ജ്യൂസ് അല്ലേ? എന്തായാലും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് പോണുണ്ട് കേട്ടോ എപ്പോഴും വരുന്നത്. അതെ അതെ. സാധാരണ ഒരു ഹോട്ടൽസിലും മേലെ കണ്ടുവരാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒന്ന് പൂള് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ ജനറൽ മാനേജർ അത് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള കാര്യം. രമേശ് ചേട്ടനാണ് ഇവിടുത്തെ ജനറൽ മാനേജർ വന്നിട്ട് അത് നല്ല ഭംഗിയായിട്ട് തന്നെ അവരത് അവർക്ക് യൂസ്ഫുൾ ആയിട്ടും എല്ലാവർക്കും അതൊരു മാതൃകയായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കൺസെപ്റ്റ്. ഞാൻ കണ്ടില്ലേ നമുക്ക് ഉപ്പേരി വെക്കാനുള്ള പയറ് കുഞ്ഞാക്കി ഇഷ്ടമുള്ള പയർ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട്. എല്ലാവിധ വെജിറ്റബിൾസും ഉണ്ട്. ഇവർക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാനും ഇവിടെ തന്നെ എടുക്കാം. അതുകൊണ്ട് ഫ്രഷ് ചീരയൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ നമ്മൾ മേലെ പോയി വന്നതിന് ശേഷം ഭയങ്കര ദാഹം. അപ്പം ഒരു സോഡ ലൈം കുടിക്കാൻ ഓർത്തിട്ട് താഴെ റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ. റെസ്റ്റോറൻറ്റും നല്ല ഭംഗിയല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ. നമ്മുടെ വാദ്യോപകരണങ്ങളില്ലേ, വീണ, ഇടയ്ക്ക, ചെണ്ട, ഹാർമോണിയം, മദ്ദളം, അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ സൈഡിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഷോർട്സ് ആയിട്ടും ഒക്കെ വീഡിയോ ഇടാം കേട്ടോ. പൂന്താനം റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ പൂന്താനത്തിന് ഓർമ്മിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവരിവിടെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചു നേരം ഫ്രീ ആയിട്ട് ഇരിക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോപ്പർട്ടി. ഇനി നമ്മൾ ഗുരുവായൂർ പോകുമ്പോഴും നമ്മൾ ഒരു സംശയമില്ല ഇവിടെ തന്നെ എന്തായാലും വരും കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ ബസ് എവിടേക്കുള്ള ബസ്സും ഉണ്ട്. എറണാകുളം, തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് എങ്ങോട്ടുള്ള ബസ്സും ഉണ്ട്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഈ ഒരു റെനേ ശ്രീകൃഷ്ണ ഹോട്ടലിലേക്ക് ഇങ്ങോട്ട് എത്താനും പറ്റും. അതുകൊണ്ട് നമുക്ക്
നമുക്ക് ഓട്ടോ പിടിച്ച് എവിടെയാ സ്ഥലം ഒന്നും അന്വേഷിച്ച് പോവും വേണ്ട. വിശാലമായിട്ടുള്ള കാർ പാർക്കിങ്ങും കൂടിയാണ് കേട്ടോ. അമ്പലത്തിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒരു കാര്യങ്ങളും എടുക്കാനൊന്നും പറ്റില്ല. ഇപ്പം അങ്ങനത്തെ കോർട്ട് ഓർഡർ വന്നതുകൊണ്ട് നമുക്ക് തീരെ പറ്റില്ല. അവിടെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് പോലീസുകൾ എല്ലാവരും ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനും നമുക്ക് കുറച്ച് നേരം നമ്മളായിട്ടൊന്ന് മാറിയിരിക്കാനും ഒക്കെ പറ്റിയൊരു ഇടമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേ താമരപ്പൂക്കളും ആമ്പല് അങ്ങനെ കുറേ അധികം എല്ലാവിധ പോഷനും ഇവർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം. നമ്മളവിടെ ഒന്നും അങ്ങനെ റൂമുകളിലും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല, ഹോട്ടലുകളിലും. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണാൻ പറ്റി. നല്ല തട്ടുള്ള താമര അല്ലേ മാളോ? 3 തട്ട്. 3 തട്ടുണ്ട് കേട്ടോ. മാവൊക്കെ പൂത്തു. മാവൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. അത് അവിടെയുണ്ട് മാവൊന്നും. പിന്നെ നമ്മളിത് കഴിഞ്ഞ് കുറച്ച് നേരം റൂമിലൊക്കെ പോയിരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഊണ് കഴിക്കാൻ വരാൻ താഴത്തേക്ക് ഓർത്തു കേട്ടോ. വൈകുന്നേരമാണ് ഇനി അമ്പലത്തിലേക്ക് പോകാനുള്ളത്. നല്ല ഭംഗിയില്ലേ ഈ പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പിന്നെ എത്തി. ഇന്നൊരു മിനി സദ്യയാണ് കേട്ടോ. ഈ മിനി സദ്യയിൽ തന്നെ എന്തൊക്കെ വിഭവങ്ങളാണ് നോക്കൂ നിങ്ങൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണം അതേ ടേസ്റ്റ്. ഇഞ്ചി തൈര്, പുളിയിഞ്ചി മസാലക്കറി, പാവയ്ക്ക തീയിലൊന്നും ഒട്ടും കയ്പില്ല. എങ്ങനെ ഇത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് ആലോചിക്കായിരുന്നു കേട്ടോ നമ്മള്. ദശക്ക് വന്നിട്ടില്ലല്ലേ ഒന്നും. ആ അതെ 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 അതെ. കുഞ്ഞാക്ക് ദാൽ കിച്ചടി. നമ്മളെല്ലാം ഒരു മിനി സദ്യയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാവയുടെ ദാൽ കിച്ചടിയിൽ എനിക്ക് നല്ലൊരു നോട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് വാങ്ങിക്കാൻ ഓർത്തിരിക്കുകയായിരുന്നു. മുത്തശ്ശി ചപ്പാത്തി അതുപോലെ തന്നെ കുറുമക്കറിയാണ്. അതിപ്പോൾ നമുക്ക് ഗാർലിക് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗാർലിക് ഇല്ലാതെ അവരത് പ്രിപ്പയർ ചെയ്ത് തരും. നമുക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ അവരത് പ്രിപ്പയർ ചെയ്യും. കുഞ്ഞാക്ക് അതിലോളമിക്കുളമായി സൂപ്പറായിട്ടുണ്ട് കുഞ്ഞാവയുടെ. ഞാൻ വിളമ്പിക്കോളാം കുട്ടി. ദോശയ്ക്ക് നല്ല പൊന്നിയരി ചോറും സാമ്പാർ, രസം, 2 തരം പായസം, കൊണ്ടാട്ടമുളക്, അവിയൽ, ഉപ്പേരി എല്ലാവിധ കാര്യങ്ങളും അടങ്ങിയ ഒരു മിനി സദ്യയാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ സദ്യയിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പപ്പടമൊക്കെ കൂട്ടി അങ്ങോട്ട് കുഴച്ചടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. മാരേജ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇലയിൽ സദ്യ അതൊരു സ്പെഷ്യൽ സദ്യ തന്നെയാണ് കേട്ടോ. അതിൽ എത്രയോ കൂട്ടം, ഒരു 10-30 കൂട്ടം കറികൾ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മിനി സദ്യ ആയിട്ട് പോലും. പാത്രങ്ങൾ എന്നിട്ടും തീർന്നില്ല, അത്രയും വിഭവങ്ങളായിരുന്നു. സാമ്പാറൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണ ആ ഒരു വറുത്തരച്ച സാമ്പാറിൻ്റെ അതേ രുചി ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കുന്ന സ്പീഡ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് വെച്ചാൽ കുറച്ച് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രസം കുടിക്കണോ അതുപോലെ ഓരോന്ന് ഞാൻ കഴിഞ്ഞത് വാങ്ങിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുഞ്ഞാവയുടെ ദാൽ കിച്ചടിയും കൂടെ ടേസ്റ്റ് ചെയ്തു. ലാസ്റ്റ് എൻ്റെ ഫേവറേറ്റും ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കായ ഫ്രൈ, നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ഇല്ലേ അതേപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ റൂമിലേക്ക് ഒരു ജിഞ്ചർ ടീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പക്ക നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് നമ്മളെ റൂം തൊട്ടപ്പുറത്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.